വളരെ ഗൗരവമായ ഒരു വിവാദം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ 2-3 കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. ഒന്ന്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അഴിമതിക്കെതിരെയൊക്കെ വലിയ പോരാട്ടം നടത്തുന്ന ആളാണ്. വലിയ പോരാട്ടം നടത്തിയാണ് പരവൂർ ജയിച്ചത്. ഭാവിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുള്ള പേരുകളിൽ പ്രധാനിയാണ്. ഹരിത രാഷ്ട്രീയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. പരിസ്ഥിതിയോടും പ്രകൃതിയോടും ഒക്കെ വലിയ സ്നേഹമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുന്നിൽ നിൽക്കുന്ന ആളാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും അദ്ദേഹം നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂവിനെ സംബന്ധിച്ച് AICC സമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷൂവിനെ സംബന്ധിച്ച് വലിയ വിവാദം വരുന്നുണ്ട്. 3 ലക്ഷം രൂപയാണ് ഷൂവിൻ്റെ വില. അപ്പോൾ മറ്റൊരു കഥ വരുന്നു, അത് 21,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ശ്രീ വി ഡി സതീശൻ ഒരു പ്രസ്താവനയുമായി വന്നു, അത് 9,000 രൂപയേ ഉള്ളൂ. ഒന്നുകിൽ മിണ്ടാതിരിക്കണം. അപ്പോൾ 9,000 രൂപയുടെ ഷൂ ഇടാമോ? അത് UK നിന്നൊരു ഫ്രണ്ട് വാങ്ങി തന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് 31,000 രൂപയുടെ ബാഗ് കൊണ്ട് നടന്നതായിട്ട് വേറൊരു വാർത്ത വന്നു. നാം ഒരു കോർപ്പറേറ്റ് യുഗത്തിലാണ് താമസിക്കുന്നത്, അതെല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഈ 2 രാഷ്ട്രീയ നേതാക്കളും, ഒന്ന് CPM-ന്റെ നേതാവാണ്, മന്ത്രിയാണ്, മറ്റൊന്ന് കോൺഗ്രസിൻ്റെ നേതാവാണ്. 2 പേരും ആദർശ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്. മാർക്സിസം ലെനിനിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും അടിയന്തരമായി പാലിക്കേണ്ട ഒന്നാണ് ലാളിത്യം. അത് ലാളിത്യത്തെക്കാൾ ഉപരി ഗാന്ധിസമാണെങ്കിലും, വി ഡി സതീശനെ നയിക്കുന്ന ഗാന്ധിസമാണെങ്കിലും അതും ലാളിത്യമാണ്. ലാളിത്യത്തെക്കാൾ ഉപരി ഇന്ത്യയിലെയും ലോകത്തിലെയും 80% ആളുകളും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പകലിനെ രാത്രിയാക്കുവാൻ, പകലൊന്ന് രാത്രിയായെങ്കിൽ രാത്രി ഒന്ന് വെളുത്തെങ്കിൽ എന്ന് വിചാരിക്കുന്നവരാണ്. നോക്കൂ, തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സ് 230 രൂപയ്ക്കാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത്. 230 രൂപ പോയിട്ട് 23 രൂപ പോലും ഇല്ലാത്തവരുടെ മഹാഭാരതത്തിലാണ് നമ്മൾ താമസിക്കുക. AICC സമ്മേളനം നടക്കുന്നത്. എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു വിഷയം മറ്റൊരു ചിത്രമാണ്. ഓരോ ചിത്രങ്ങളും ഒരുപാട് സന്ദേശം നൽകും. ആ ചിത്രത്തിൽ APCCയുടെ പ്രസിഡന്റ് ശ്രീ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ, വി ഡി സതീശൻ, 2 പേരും നിൽക്കുന്നൊരു ചിത്രം ഇന്ന് വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ പുറകിൽ മഹാത്മജിയുടെ ഫോട്ടോയുണ്ട്. ഏറ്റവും കുറഞ്ഞത് മഹാത്മജിയുടെ അടുത്ത് നിന്ന് ആ ഫോട്ടോ എടുക്കാതിരിക്കാമായിരുന്നു. ആരാണ് മഹാത്മജി? കോട്ടും സൂട്ടും ധരിച്ച കുടുംബത്തിൽ ജനിച്ച് പൊതുരംഗത്തേക്ക് വന്ന് അല്പവസ്ത്രധാരിയായി ഒരു വടിയും ഒറ്റമുണ്ടുമുടുത്ത് ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തിന് വലിയ സന്ദേശം നൽകിയ വ്യക്തിത്വം. പല കഥകളുണ്ട് അദ്ദേഹം വസ്ത്രം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിൽ. ഒരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് വെള്ളം കൊടുത്തു. വെള്ളത്തിന് വേണ്ടി ഇറങ്ങി വന്നു, കൊടുക്കാൻ വേണ്ടി ഇറങ്ങി. ആ വീട്ടിൽ പോയി തട്ടിയപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്ന സ്ത്രീയോട് വെള്ളം ചോദിച്ചപ്പോൾ അവരല്ല വെള്ളം കൊടുത്തത്, മറ്റൊരാളാണ് ഇറങ്ങി വന്ന് വെള്ളം കൊടുത്തത്. അപ്പോൾ ചോദിച്ചു, ആദ്യത്തെ ആൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 2 പേർക്ക് ഒന്നിച്ച് വരാൻ കഴിയില്ല, ഇവിടെ ഒരു വസ്ത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗാന്ധിജി മറ്റൊരവസരത്തിൽ ഒരു നദീതീരത്ത് കൂടി പോകുമ്പോൾ ഒരമ്മ അവരുടെ ഉടുത്തിരിക്കുന്ന സാരിയുടെ ഒരു ഭാഗം കഴുകുകയും മറ്റൊരു ഭാഗം ഉടുത്തിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കഴുകിയ ഭാഗം വെയിലിൽ പിടിച്ച് ഉണക്കിയതിന് ശേഷം അടുത്ത ഭാഗം കഴുകുന്നു. ഇതൊക്കെ കണ്ട ഭാരതത്തിലാണ് കോട്ടും സൂട്ടുമെല്ലാം ഉപേക്ഷിച്ച് ഗാന്ധിജി ഒറ്റമുണ്ടിലേക്ക് പോയത്. ബ്രിട്ടീഷുകാരുടെ സമ്മേളനത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരുമായ ഒരു ചർച്ചയ്ക്ക് ഗാന്ധിജിയെ വിളിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ഗാന്ധിജി ഒറ്റമുണ്ടെടുത്ത് ചെല്ലുന്നത് മേൽമുണ്ടും ഒറ്റമുണ്ടും ഉള്ളത് കൊണ്ട് മാത്രം ഗാന്ധിജിയെ ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റില്ല എന്നും ആ സമ്മേളനത്തിന് ആ ചർച്ചയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഗാന്ധിജി ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ, എങ്കിൽ ഞാൻ ആ ചർച്ചയിലേക്കില്ല എന്ന് ഗാന്ധിജി പറയുകയും അവസാനം ഗാന്ധിജിയുടെ മുന്നിൽ, ആ മഹാത്മാവിൻ്റെ മുന്നിൽ ബ്രിട്ടീഷുകാർ കീഴടങ്ങി ഗാന്ധി ഉപയോഗിച്ചിരുന്ന വസ്ത്രവുമായി തന്നെ കൊണ്ടുപോകാൻ തയ്യാറായി. ആ ഭാരതത്തിലാണ് ഇതെല്ലാം കാണുന്നത്.
രാഷ്ട്രീയ രംഗത്തല്ലേ പൊതുരംഗത്തേക്ക് പോകുക. ഒന്നുകിൽ നിങ്ങൾ ഇതിലോട്ടൊന്നും പോകാതിരിക്കുക. പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാലിക്കേണ്ട മിനിമം ചില മര്യാദകളുണ്ട്, മിനിമം ചില കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. അതേത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം, ഭാര്യ, മക്കൾ, അങ്ങനെയുള്ള ഭാര്യമാരെ സെലക്ട് ചെയ്യണം, സ്ത്രീകളെ സെലക്ട് ചെയ്യണം വിവാഹം കഴിക്കുമ്പോൾ. മക്കൾ ജനിക്കുന്ന ആദ്യ നാൾ മുതൽ മക്കളെ ഇത് പഠിപ്പിക്കണം. കാരണം നിങ്ങൾ പൊതുരംഗത്ത് നിന്ന് എല്ലാ ലോകത്തെയും സകല പാവപ്പെട്ടവരെയും രക്ഷിക്കാമെന്നും ലാളിത്യവും സത്യസന്ധതയും സുതാര്യതയും അഴിമതിരഹിതവും നീതിയും അഹിംസയും ധർമ്മവും എല്ലാം പാലിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് വരുന്നത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതല്ല, അല്ലാതെ തന്നെ ഒരു ഇൻവിസിബിളായിട്ടുള്ള അദൃശ്യമായ ഒരു സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കാണുന്നൊരു നാലാം കണ്ണ് ജനങ്ങളിലുണ്ട്. അവർ എപ്പോഴും അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വി ഡി സതീശനെ പോലെയുള്ളവർ ഉപേക്ഷിക്കേണ്ടതാണ് ഇത്തരം ചെരുപ്പുകളും സംവിധാനങ്ങളുമൊക്കെ. കാറായാലും ചെരുപ്പായാലും ആഡംബര സംവിധാനങ്ങളായാലും അങ്ങ് ഇങ്ങനെയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രി ആയാൽ എത്ര രൂപയുടെ ചെരുപ്പായിരിക്കും ഉപയോഗിക്കുക? എത്ര വലിയ ബാഗായിരിക്കും ഉപയോഗിക്കുക? എത്ര രൂപയുടെ ഷർട്ടായിരിക്കും ഉപയോഗിക്കുക? ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. രാഷ്ട്രീയ രംഗത്ത് വരുന്നവർ, പൊതുരംഗത്ത് വരുന്നവർ ഗൗരവമായി ഇത് ചിന്തിക്കണം, ഇത് ആലോചിക്കേണ്ടതാണ്. മഹാരഥന്മാരുടേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും തുടങ്ങി എത്രയോ വലിപ്പമുള്ളവരുടെ പാർട്ടിയാണിത്. ആ വലിപ്പമുള്ളവരുടെ പാർട്ടിയിൽ ചെറുപ്പക്കാർ കയറിയിരുന്ന് ചെറുപ്പമുള്ളവർ കയറി ആ വലിപ്പത്തെ ഇല്ലാതാക്കരുത്. വലിയ പാർട്ടിയാണത്, വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. മാത്രമല്ല അതൊരു പാർട്ടിയല്ല. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു ഇന്ത്യൻ ജനതയുടെ ഒരു വികാരമാണ്. ആസേത് ഹിമാചലം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇപ്പോഴും തുടർച്ചയായി ഭരണത്തിലില്ലെങ്കിൽ പോലും ഇന്ത്യൻ ജനതയെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് കൂടിയാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർന്നു വന്നൊരു നേതാവ് ഒരു സാഹചര്യത്തിലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും കൊണ്ടാണ് ഇത് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങ് പുനർവിചിന്തനം നടത്തുക, അങ്ങ് ഉപേക്ഷിക്കുക, പരസ്യമായി തന്നെ ഉപേക്ഷിക്കുക. അതിലൂടെ അങ്ങല്ല വലിപ്പപ്പെടുന്നത്, അങ്ങ് മാത്രമല്ല വലിപ്പപ്പെടുന്നത്, അങ്ങയുടെ പ്രസ്ഥാനവും മഹാത്മജിയും ഈ രാജ്യവുമാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നത്.